നീ താമസിക്കുന്നത് അവരുടെ വീട്ടിലാണ്. നീ നിന്റെ വീടെന്ന് പറയുന്ന അവരുടെ വീട്ടിൽ താമസിച്ച് മണ്ണിനടിയിൽ ഖബറിനടിയിൽ കിടക്കുന്ന അവരെ മറന്നുകൊണ്ട് അവരുടെ ബാധ്യതകൾ മറക്കരുത് എന്ന് നമ്മുടെ മക്കളോട് പറയുന്നുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഖബറിടത്തിൽ പോയി സന്ദർശിച്ച് അവർക്ക് സിയാറത്ത് നടത്തി പ്രാർത്ഥിച്ച് പാപ്പമാര് ഉമ്മമാര് കാണിച്ചു കൊടുക്കുമ്പോൾ മക്കൾ, എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും അക്ഷയ കന്യകളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. അവരാണ് നമ്മുടെ കരുത്ത്. അങ്ങേയറ്റം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ഇന്ന് ഭാഷയോ രീതിയോ അറിയില്ല. അന്ന് അവർ ജനിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുണ്ടായത്. ഒരു യന്ത്രവും നിങ്ങളെ, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഒരു റോബോട്ടോ നിങ്ങളെ നോക്കാൻ വരില്ല. ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്, ഈ പ്രിയപ്പെട്ടവരാണ് ഉണ്ടാവുക. പള്ളിക്കാട്ടിലാണു നാളെ മണിയറ, ഘനമുള്ള കല്ലതിൻ്റെ മേലെ. ചെറുപ്പക്കാരോട് പറയാനുള്ളത് അതാണ്. നമ്മുടെ മണിയറ പള്ളിക്കാട്ടിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുനീർ ചേർത്ത മണ്ണ് കൊണ്ട് അതിൻ്റെ വിടവുകളൊക്കെ അടച്ച് ഈ ദുനിയാവുമായി ജീവിച്ചിരിക്കുന്നവർ നമ്മളുമായുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യോ? കുടുംബം പിരിച്ചുവിടപ്പെടും. ഒരു അറബിക്കവി പറഞ്ഞിട്ടുണ്ട്, ആ തറവാടിന്റെ വാതിൽ മുട്ടുന്നവനെ മെല്ലെ മുട്ടു. അവിടെ ഇപ്പൊ മനുഷ്യരില്ല, പരസ്പരം സ്നേഹിക്കുന്നവരില്ല, നിന്റെ വിളി അവർ കേൾക്കുകയില്ല. കുടുംബം മറ്റുപോകുന്നതിന് മുമ്പ്, വീടുകൾ തകർന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു മാഷറ ലോകമുണ്ട്. ആ മാഷറയിൽ വെച്ച് രണ്ടാലൊരു വഴിക്ക് നമ്മൾ നീങ്ങും. ജന്നത്തിലേക്കോ ജഹന്നമിലേക്കോ മനുഷ്യ നിന്റെ സഫർ. എന്റെ സ്വന്തം വരികളാണ്. ഒരു കയ്യടിയാവാം പാട്ടുകാരൻ അല്ലേ? പരസ്പരമുള്ള സ്നേഹമുണ്ട്. ആരോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ കുടുംബത്തിൽ ഒരു വീട്ടിൽ താമസിക്കുന്നവര് തന്നെ ഒരു തപ്പാൽ പെട്ടിയിലെ കത്തുകൾ പോലെയാണ്.